എനിക്കൊന്ന് പ്രിയപ്പെട്ട മക്കളെ, ഈശോ വാഗ്ദാനം ചെയ്തത് ആരെയാണ്? പരിശുദ്ധാത്മാവ്. ഒക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഈശോ നമുക്ക് തരാൻ വേണ്ടി ആഗ്രഹിച്ചത് ആരെയാ? പരിശുദ്ധ. ഈശോ പറഞ്ഞു നിങ്ങൾക്ക് ഒരാളുടെ ആവശ്യമേ ഉള്ളൂ. ആരുടെ ആവശ്യം മാത്രം? പരിശുദ്ധാത്മാവിൻ്റെ. സ്വരമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ പലവിധ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ കാണും. വീടിനെ ഓർത്ത്, ജീവിത പങ്കാളിയെ ഓർത്ത്, മക്കളെ ഓർത്ത്, ഫ്യൂച്ചറിനെ ഓർത്ത്, പല ഡിസിഷൻസ് എടുക്കുമ്പോൾ, ഫ്യൂച്ചർ പ്ലാനിങ് നടത്തുമ്പോഴൊക്കെ മേ ഹാവ് ഡിഫറെൻറ്റ് കൺഫ്യൂഷൻസ്. ഞാൻ പറയും ഇതെല്ലാം ഓവർകം ചെയ്യാൻ പറ്റും. നിങ്ങൾ ആര് നിറഞ്ഞാൽ മതി? പറഞ്ഞേ പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ മതി. അത് നമുക്കൊരിക്കലും ഇത് ഞാൻ ഒരുപാട് സഹനങ്ങളോട് ഞാൻ പറയും ഇന്നത്തെ സഹനമൊന്നും എനിക്ക് വലിയ സഹനമൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം ഇതിനേക്കാൾ വലിയ സഹനത്തിനകത്തോട് ഞാൻ കുളിച്ച് കയറി പോകുന്നു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അറിയപ്പെടാത്ത സഹനങ്ങളാണ് അറിയപ്പെടുന്ന സഹനങ്ങളെക്കാളും വലിയ സഹനങ്ങൾ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പരസ്യം ചെയ്യപ്പെടുന്ന സഹനങ്ങളെക്കാൾ വലിയ സഹനങ്ങളാണ് പരസ്യം ചെയ്യപ്പെടാത്ത സഹനങ്ങൾ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഈ സഹനങ്ങളിലൂടെ വന്നു കഴിയുമ്പോൾ എനിക്ക് ഏത് സഹനത്തെ ഞാൻ പെട്ടെന്ന് ഓവർകം ചെയ്യുന്നത് ഒരു സെക്കൻഡിൽ ഓവർകം ചെയ്യുന്നത് ഞാൻ ആരുടെ ഉപദേശം സ്വീകരിക്കത്തില്ല. ഈ ഭൂമിയിൽ ഒറ്റ മനുഷ്യന് ഉപദേശം സ്വീകരിച്ചാൽ നമ്മുടെ പരിപാടി തീർന്നു. പ്രൈസ് ദി ലോർഡ്. നേരെ മറിച്ച് തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവുള്ളിൽ നമുക്ക് പറഞ്ഞു തരും വ്യക്തമായിട്ട്. ഈ വചനമുണ്ടല്ലോ, അതായത് നിങ്ങൾ പ്രാർത്ഥിക്കണം ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് എന്തെങ്കിലും അറിയാൻ വേണ്ടിയാണ്. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. നമുക്ക് പറഞ്ഞേ ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30:19, 20, 21. ജെറുസലേമിൽ വസിക്കുന്ന സിയോൻ ജനമേ, ഇനിമേൽ നീ കരയുകയില്ല. നിന്റെ വിലാപ സ്വരം കേട്ട് അവിടുന്ന് കരുണ കാണിക്കും. അവിടുന്ന് അത് കേട്ട് നിനക്ക് ഉത്തരമല്ലും. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലം തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്നും മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം കേൾക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക. കാതുകൾ പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കും. പ്രൈസ് ദി ലോർഡ്. ആ ഒരു സ്വരം ഒരിക്കലും ആളുകളുടെ ശബ്ദമല്ല. അത് ഭാര്യയുടെ ശബ്ദമാകരുത്, അത് ഭർത്താവിന്റെ ശബ്ദമല്ല, അത് മകന്റെ ശബ്ദമല്ല, മകളുടെ അല്ല, കൂട്ടുകാരന്റെ അല്ല, കൂട്ടുകാരിയുടെ അല്ല. അതാരുടേതാണ്? പരിശുദ്ധാത്മാവിന്റെ സ്വരം. Do you get that? You should. ആ ഒരു സ്വരം കിട്ടുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന വീഴ്ചകളിലാകട്ടെ, സഹനങ്ങളിലാകട്ടെ, കുറവുകളിലാകട്ടെ, മുറിവുകളിലാകട്ടെ, ഒറ്റപ്പെടലിലാകട്ടെ, സഹനങ്ങളിലാകട്ടെ, നമുക്ക് ഈസി ആയിട്ട് കയറിപ്പോകാൻ പറ്റും. നിങ്ങളുടെ മക്കൾ നിങ്ങളെ വെറുക്കട്ടെ. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ വെറുക്കട്ടെ. സാമ്പത്തികമായ വലിയ കടബാധ്യതകൾ ഉണ്ടാകട്ടെ, ജോലി പോകട്ടെ, ആരോഗ്യം പോകട്ടെ, മാരക രോഗങ്ങളുണ്ടാകട്ടെ, മാറാത്ത ചില രോഗപീഠ വരട്ടെ, അതിനകത്തു നിന്ന് കയറി വരാൻ പറ്റും ഈ ഒരു സ്വരം കിട്ടിയാൽ. മാത്രമല്ല ഈ ആ ഒരു സ്വരത്തിന് മാത്രമേ നിന്നെ ശരിയായ ദിശയിൽ നടത്താൻ സാധിക്കൂ. Can you follow me? ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധാത്മാവിൻ്റെ സ്വരം ശരിക്കും കിട്ടണം. അത് കിട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കണം. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അതൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. നമുക്കറിയാം പത്രോസ് 3 വട്ടം കർത്താവിനെ തള്ളിപ്പറയുന്നുണ്ട്. അപ്പം അതിനുശേഷം അവന് കിട്ടുന്നൊരു ഭാഗ്യം എന്നറിയോ? കർത്താവ് അവനെ ഒറ്റ നോട്ടം. അവൻ്റെ ഭാഗ്യം എന്താ? കർത്താവ് നോക്കിയത് അവന് കാണാൻ പറ്റി. കാണാൻ പറ്റിയതല്ല, കാണിച്ചതാണ്. ആര് കാണിച്ചു? പരിശുദ്ധാത്മാവ്. കർത്താവ് അവനെ നോക്കുന്നത് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, നീ തിരിഞ്ഞ് അങ്ങോട്ട് നോക്കും. അവൻ നോക്കുമ്പോൾ കർത്താവിനെ നോക്കും. ഇത്രേ ഉള്ളൂ, ഇത്രയും മതി. അവൻ്റെ കാര്യം നേരെ. ഒറ്റ നോട്ടം കിട്ടിയോടെ ഇവൻ പരിപാടി നിർത്തി. തള്ളിപ്പറച്ചിലും പരിപാടി നിർത്തി. ഒറ്റ ഓട്ടം. തൻ്റെ ബലഹീനതയെ ഓർത്ത്, തൻ്റെ കുറവുകളെ ഓർത്തിരുന്ന് കരയുന്ന, അനുദപിക്കുന്ന, പശ്ചാത്തപിക്കുന്ന, ചങ്കൂട്ടി കരയുന്ന പത്രോസിനെ കാണാൻ പറ്റും.
അപ്പം ഇവിടെ പ്രിയപ്പെട്ട മക്കളെ ഞാൻ പറയും, ഈ ധ്യാനത്തിൽ അച്ഛൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും ഇതാണ്. ഇത് ഡെലിവറൻസിൻ്റെ ആരാധനയാണ്, ധ്യാനമാണ്. അപ്പം അതിലുപരി ഞാൻ പറയും, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തി എന്ന പോലെ അനുഭവിക്കാൻ ഇടയാകട്ടെ. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ കേൾക്കണം. എൻ്റെ ജീവിതം ആത്മാർത്ഥമായിട്ട് പറയുക, ഈ സഹനങ്ങൾ ഉണ്ടാകുമ്പോഴും അതിന് മുമ്പും ശുശ്രൂഷ ചെയ്യുമ്പോഴും ധ്യാനിപ്പിക്കുമ്പോഴും ആളുകളുടെ അടുക്കൽ നിൽക്കുമ്പോഴും ബന്ധന പ്രാർത്ഥന നടത്തുമ്പോൾ ഡെലിവറൻസ് പ്രയർ ചെയ്യുമ്പോഴും ഭയങ്കര പീഡനം ഉണ്ടാകുമ്പോഴും 4 വശത്തു നിന്നും പീഡനം ഉണ്ടാകുമ്പോഴും നമുക്ക് തന്നെ കുറവുകൾ വരുമ്പോഴും ദൈവത്തിൻ്റെ അരൂപി നമ്മളെ കൈപിടിച്ച് നടത്തുന്നത് എനിക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ലോകത്തിൽ ഞാനിങ്ങനെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് പേര് എന്നോട് സ്നേഹമുണ്ട്, ആയിരക്കണക്കിന് ആൾക്കാർ. പക്ഷെ എല്ലാം ഞാൻ ആരെയും ഇങ്ങനെ ഈ പെറ്റ് ഫ്രണ്ട്ഷിപ്പ് പോലെ സൂക്ഷിക്കാറില്ല. കാരണം അങ്ങനെ സൂക്ഷിച്ചാൽ നമ്മുടെ ജീവിതം തീർന്നു. ഒക്കെ പറഞ്ഞ ഹല്ലേലൂയ. പിന്നെ ആൾ പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ, നമ്മൾ പറഞ്ഞ ആൾക്കും കേൾക്കാൻ പറ്റും. അതിന് അപ്പുറത്തേക്ക് 3ാമത് ആൾക്ക് സ്വരമില്ല. പിന്നെ ദൈവത്തിന് സ്വരമില്ല, പരിശുദ്ധാത്മാവിന് സ്വരമില്ലതാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഹോളി സ്പിരിറ്റ്. മൈ ബെസ്റ്റ് ഫ്രണ്ട് ഇസ് മൈ ഹോളി സ്പിരിറ്റ്. പിന്നെ ഇവിടെ നിൽക്കുമ്പോഴും സത്യത്തിൽ ഞാൻ ഒരു ക്ലാസ് പോലും കിട്ടില്ല. പക്ഷെ ഇവിടെ വരുമ്പോൾ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടത് എന്തോ അതെല്ലാം എന്നോട് തരുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. നിങ്ങൾക്ക് വേണ്ടത് തന്നെ കിട്ടിയിരിക്കും. Am I right? Yes or no? Yes or no? Yes or no? സർവ്വത്തെ പറഞ്ഞ് സ്തുതിച്ചേ. 2 കരം ഉയർത്തി സ്തുതിച്ചേ. പോരാ, ഉണർന്ന് സ്തുതിച്ചേ. 2 കരം ഒന്ന് ഉയർത്തി സ്തുതിച്ചേ. അല്പം കൂടെ സ്തുതിച്ചേ. ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ഒറ്റവിളി ഹല്ലേലൂയ. ആമേൻ. എന്നെ സംബന്ധിച്ച് അപ്പോൾ ഈ അരൂപി നമ്മളെ നയിക്കണം. ഹു ഈസ് എ ക്രിസ്ത്യൻ? ആരാണ് ക്രിസ്ത്യാനി? മെനി ടൈംസ് വി സ്പീക്ക് ഇത് വൺ ഹു ഇമിറ്റേറ്റ്സ്, ഈശോയെ ഇങ്ങനെ അനുഗമിക്കുന്ന വ്യക്തി, ഫോളോ ചെയ്യുന്ന വ്യക്തി, വൺ ഹു ഫോളോസ് ജീസസ്. ഞാൻ പറഞ്ഞു അത് ശരിയാണ്, പക്ഷെ അതിനുപരി ഇപ്പോൾ ക്രിസ്ത്യാനി എന്ന വാക്കിൻ്റെ അർത്ഥം അതല്ല. വൺ ഹു ഈസ് ഗൈഡഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തിയാണ് ആര്? ക്രിസ്ത്യാനി. That he should be controlled by the Holy Spirit. അരൂപിയാണ് അവന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. ഞാനിപ്പോൾ സുവിശേഷ പ്രഘോഷണം നടത്തുന്നു. ദൈവം ആഗ്രഹിക്കുന്ന അത്രയും കാലം, ദൈവം ആഗ്രഹിക്കുന്ന അത്രയും സ്ഥലങ്ങളിൽ, ദൈവം ആഗ്രഹിക്കുന്ന ദേശങ്ങളിൽ, ദൈവം ആവശ്യപ്പെടുന്ന അത്രയും നാൾ. അതാണ് അരൂപി. അല്ല നമ്മുടെ ആഗ്രഹമാകാൻ ഒരിക്കലും പാടില്ല. ഓക്കെ, നമ്മുടെ ആഗ്രഹവും പ്രാർത്ഥനയിൽ വെക്കാം. ദാറ്റ്സ് ഗുഡ്. I can pray, Lord Jesus, I have a desire to preach, to give word of God to the entire world. ലോകം മുഴുവനെ കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം കാണാം. പക്ഷെ at the end of my prayer I had to request Jesus, let thy will be done. അങ്ങയുടെ ഹിതം നിറവേറട്ടെ. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നയിക്കട്ടെ. ഞാൻ പറയും, നിങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന എല്ലാ സഹനമൊന്നുമില്ല, സംഭവമില്ല. സത്യത്തിൽ there is no suffering. There is no suffering at all. ഈ സഫറിങ് എന്നുള്ള വാക്ക് വരുന്നത് ദൈവത്തെ അറിയാത്തതുകൊണ്ട്. ദൈവത്തെ അറിഞ്ഞാൽ സഫറിങ് ഇല്ല. കാരണം എന്ന് വെച്ചാൽ ദൈവം നമ്മളെ നടത്തുന്ന വഴികൾ. ദൈവം നമ്മെ നടത്തും. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഈ സമയത്ത് എനിക്ക് അച്ഛൻ നല്ലൊരു വചനം തരാൻ പോകും പരിശുദ്ധ അമ്മയെക്കുറിച്ച്. പരിശുദ്ധ അമ്മയെ എനിക്ക് ഒരുപാട് ഇഷ്ടം. നിങ്ങൾക്കും ഇഷ്ടം അല്ലേ? അമ്മയോട് ഒത്തിരി സ്നേഹം ഉണ്ടായി. അത് ഭയങ്കര രസമാണ്. അമ്മ നോക്കിക്കോളൂ. അമ്മയുടെ ജീവിതത്തിൽ സുഖകരമായ ജീവിതം എന്ന് വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവങ്ങൾ കിട്ടുന്ന എന്ന് വരെ. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ സുഖകരമായ ജീവിതം, ആനന്ദത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് മാലാഖയെ കണ്ടുമുട്ടുന്നിടം വരെയുള്ളൂ. ശരിക്കും മാലാഖയെ കണ്ടുമുട്ടി, അതായത് ഗബ്രിയേൽ മാലാഖ വന്നിട്ട് മംഗളവാർത്ത കൊടുത്ത നിമിഷം മുതൽ അമ്മയുടെ ജീവിതത്തിൽ കാണുന്നത് മുഴുവൻ നമ്മൾ നോക്കിയാൽ അത് മുഴുവനും സഹനം.
അത് നമ്മുടെ കുഴപ്പമാട്ടോ, അല്ലാതെ അമ്മയുടെ കുഴപ്പമല്ല. നമ്മൾ നോക്കുമ്പോൾ മുഴുവൻ സഹനമാണ്. കാരണം ഉടനെ തന്നെ പരിശുദ്ധ അമ്മയെ യോസേപ്പ് പിതാവ് സംശയിക്കുന്നു. അമ്മയെ തിരുത്താൻ പോകുന്നില്ല. അമ്മ തിരുത്താത്തതിന് കാരണം നമ്മൾ തിരുത്തിയാൽ അത് തിരുത്താകത്തില്ല. നമ്മൾ തിരുത്തിയാൽ ചിലപ്പോൾ അത് തെറ്റിപ്പോകും. ദൈവമാണ് തിരുത്തുന്നത് എങ്കിൽ അത് നിലനിൽക്കും. പറഞ്ഞ ഹല്ലേലൂയ. Can you follow me? നമ്മളാണ് തിരുത്താൻ പോകുന്നതെങ്കിൽ വീണ്ടും തെറ്റുപറ്റും. പക്ഷെ ദൈവം തന്നെയാണ് തിരുത്തുന്നതെങ്കിൽ അതിന് പ്രശ്നമില്ല. അപ്പോൾ അവിടെ പരിശുദ്ധ അമ്മ യോസേപ്പ് പിതാവിനെ മാറ്റി നിർത്തി, ഇതേ എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഞാൻ പരിശുദ്ധ അമ്മാവന് ഒന്നും. കാരണം ദൈവികമായ ഇടപെടലുകൾ അത് അനുഭവിക്കുന്ന ഒരു വ്യക്തിക്കറിയാം. അത് മനസ്സിലാക്കണമെങ്കിൽ ദൈവം തന്നെ ഇടപെടണം. Can you follow me? അണക്കരയിൽ ഒരിക്കലും ഒരു മിറക്കിളുണ്ട്, വലിയൊരു മിറക്കിൾ. സകല ബുദ്ധിമാന്മാരുടെയും എല്ലാ ബുദ്ധിയെ തോൽപ്പിക്കുന്നൊരു മിറക്കിൾ. ശരിക്കും അതുണ്ടാകുന്നത്, ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ ഞങ്ങളുടെ ഒരു ബൈബിൾ കൺവെൻഷൻ നടക്കുകയായിരുന്നു. അപ്പോൾ ആ കൺവെൻഷൻ്റെ അവസാന മണിക്കൂറിൽ എൻ്റെ പിതാവ് പ്രസംഗിക്കാൻ ആൾക്കാരെ കയറി പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ ക്ലാസ്സാണ്. അപ്പം എന്നെ കയറ്റി. ഞാൻ കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതി ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. ശ്രവണത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഒക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വേ ആരാധന, വിശ്വേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പം ഇങ്ങനെ ഞാൻ എൻ്റെ ക്ലാസ്സിന് കയറാൻ തുടങ്ങിയപ്പോൾ ഒരു ശുശ്രൂഷകൻ ഓടി വരും. അച്ഛൻ ഒരു സാക്ഷ്യമുണ്ട്, അച്ഛൻ ഇത് വായിച്ച് നോക്കിയിട്ട് കയറാം. ഞാൻ വായിച്ചിട്ട് പറഞ്ഞു, മോനെ ഇത് ശരിയാണോ? ശരിയച്ചു. സത്യമാണോ? സത്യമച്ചു. എന്നാ പറയാം പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആൾക്കാരെ കയറി പറയാം. സംഭവം ഇതാണ്, വിവാഹം കഴിഞ്ഞിട്ട് 27 വർഷമായിട്ട് മക്കളില്ലാത്തൊരു കുടുംബം. എത്ര വർഷം? 27 years. And she was actually 52.5 years old. ശരിക്കും പിന്നീട് അവർ പറയുന്നുണ്ട്, ഗർഭധാരണ ശേഷിയൊക്കെ കഴിഞ്ഞു പോയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. There is no chance. ഒരു സാധ്യതയില്ല. നാച്ചുറലായിട്ട് പ്രകൃതിയുടെ നിയമം അനുസരിച്ച് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുക ഒരിക്കലും നടക്കില്ല. മാത്രമല്ല ഇവർക്ക് കുഞ്ഞുണ്ടാകാത്തൊരു കുടുംബം കൂടെയാണ്. ഹസ്ബൻഡിന് I heard around 55 years old. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും കൂടെ അണക്കരയിൽ ധ്യാനിക്കാൻ വന്നതാണ്. വെറുതെ ധ്യാനിച്ച് നല്ല ജീവിതം ഒന്ന് വിശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ സ്നേഹമൊക്കെ അനുഭവിച്ചു പോവാം, കർത്താവിൻ്റെ കരുണയൊക്കെ സാന്നിധ്യമൊക്കെ അനുഭവിച്ചു പോവാം. അങ്ങനെ ധ്യാനിക്കാമെന്ന് വെച്ചോ. ധ്യാനം കൂടി അവസാനം അച്ഛൻ വന്നിട്ട് തലേക്ക് വെച്ച് യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്ന ഒരു പ്രാർത്ഥനയൊക്കെ നടത്തി. പ്രൈസ് ദി ലോർഡ്. ഞാനൊന്നും ഓർക്കുന്നില്ല. നമ്മളെല്ലായിടും തലേക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നു, ആ കൂട്ടത്തിൽ ഇവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. പക്ഷെ അവർ പറയണം, എന്നിട്ട് അച്ഛൻ പറഞ്ഞു, പേടിക്കണ്ട, നിനക്കൊരു കുഞ്ഞുണ്ടാവും. പ്രൈസ് ദി ലോർഡ്. ഞാനിങ്ങനെ ഈ കല്ലിലോട്ട് നോക്കിയിട്ട് ഞാൻ വിത്ത് വിതയ്ക്കുന്നയാളാണ്. പ്രൈസ് ദി ലോർഡ്. ഇമ്പോസിബിൾ ആയ, കാരണം എൻ്റെ ദൈവത്തിൻ്റെ ശക്തി ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് മിറക്കിൾ കണ്ടുകൊണ്ടുണ്ട്. വെറുതെ ഞങ്ങൾ പറയുവേ വിത്ത് ഫെയ്ത്ത്. കല്ലിൽ വിത്ത് വിതച്ച് വളർത്താൻ പറ്റും. സംതിങ് ബിയോണ്ട് ഹ്യൂമൻ ഓർ നാച്ചുറൽ തിയറി, സയൻസ്. അപ്പം ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞേ. അപ്പം ഒരു അച്ഛനിങ്ങനെ പറഞ്ഞു വിട്ടു. അച്ഛൻ പ്രാർത്ഥന കഴിഞ്ഞു. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു വെച്ചാൽ, അങ്ങനെ ഞാൻ പറയാനൊരു കാരണമുണ്ട്. ദൈവവചനാധിഷ്ഠിതമാണ് അച്ഛനീ പറയുന്നത്, ദൈവവചനാധിഷ്ഠിത. കാരണം സാറായ്ക്ക് 50 വയസ്സും അബ്രാഹത്തിന് 100 വയസ്സും പ്രായമുള്ളപ്പോൾ ഇസ്ഹാക്ക് എന്നൊരു കുഞ്ഞുണ്ടാകാൻ അത് ദൈവത്തിൻ്റെ വചനത്താൽ ഉണ്ടായി. അതുപോലെ തന്നെ ഹന്നായ്ക്ക് ഒരു കുഞ്ഞുണ്ട്, സാമൂൽ എന്ന കുഞ്ഞുണ്ട്. ഹന്ന പഴയ നിയമത്തിലെ ഹന്ന. അപ്പം അവൾക്കും ഇത് വന്ധ്യനായ അവൾക്കുണ്ടായി. പുതിയ നിയമത്തിലെ സഖറിയായ്ക്ക് എലിസബത്തിന് ഒരു കുഞ്ഞുണ്ടാവും, വന്ധ്യയായ വൃദ്ധരായ. അവിടെ ദൈവം ഇടപെട്ട്. അപ്പോൾ എൻ്റെ വിശ്വാസം, ഞാൻ പുരോഹിതനല്ലേ, കർത്താവിൻ്റെ ആത്മാവിൻ്റെ അടയാളമല്ലേ,
ഞാൻ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയിൽ കാസയും വിലാസയുമാണ് അങ്ങോട്ട് എടുത്തു വെക്കുന്നെങ്കിൽ തിരിച്ചു കിട്ടുന്നത് ഈശോയുടെ ശരീരം രക്തമല്ലേ. അപ്പോൾ പറയുന്ന വാക്ക് അവിടെ നിറവേറുന്നുണ്ടല്ലോ. ഇതെന്റെ ശരീരമാണ്, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കും, ഇതെന്റെ രക്തമാണ്, വാങ്ങി പാനം ചെയ്യുന്നു. ഒരു പുരോഹിതൻ ബലിപീഠത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ വെറും ഗോതമ്പപ്പമല്ല, അത് ഈശോയുടെ ശരീരമായിട്ട് മാറുന്നില്ല. എങ്കിൽ ആ ഒരു വിശ്വാസത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇവരോടും പറയുന്നത്, നിനക്കൊരു കുഞ്ഞുണ്ടാകട്ടെ. And there is no human logic behind that. And also I don't depend on mere human logic. I depend on the word of God, the promise of God. ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിക്കുന്നു. So I did. Then what happened? Miracle. ഒരു പറയാച്ചോ, ഞങ്ങൾ പോയി, ആ മാസം തന്നെ അവൾ ഗർഭിണിയായി. ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ മക്കളെ ഉച്ചത്തില്. അതായത് 27 വർഷത്തിന് ശേഷം 52 വയസ്സുള്ള ഇവൾക്ക് കുഞ്ഞുണ്ടായി. എൻ്റെ ചരിത്രമൊക്കെ ആയിട്ട് ഇവരൊന്ന് പറയുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, ഒരു വാക്ക് അച്ഛനോട് കയറി പറയാം. അങ്ങനെ വിശ്വസിക്കാനായിട്ട് എനിക്കോ നിനക്കോ സാധിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് പരിശുദ്ധാത്മാവാണ്. അത് വേണം. പറഞ്ഞേ പരിശുദ്ധാത്മാവ് വേണം. അങ്ങനെ ബ്ലൈൻഡായിട്ട് വിശ്വസിപ്പിക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവില്ലെങ്കിൽ നമുക്ക് ആവില്ലത്. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ നമ്മൾ നിരീശ്വരവാദം പറയുന്നവർ, അവരെ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ അവരെ വിമർശിക്കാനോ അവർ പറയുന്ന ന്യായങ്ങൾ നമ്മൾ എതിരിടാനൊന്നും പോകേണ്ട കാര്യമില്ല. കാരണം അവർ പറയുന്നത് വേറെ റേഞ്ചിൽ, നമ്മൾ പറയുന്നത് വേറെ റേഞ്ചിൽ. കാരണം അവർക്ക് അത്രയും വരെ പോകാനേ അവർക്ക് സാധിക്കുകയുള്ളൂ. They can't go beyond that. കാരണം അവരുടെ ലോജിക്ക്, അവരുടെ ബ്രെയിന്, അവരുടെ അനാലിസിസ്, അവരുടെ സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻസ് that can reach only up to that level. കാരണം അവരവിടെ പറയുന്ന കാര്യം പെർഫെക്റ്റ് ആണത്, തെറ്റൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ ഒരു റേഞ്ച് ഉണ്ട്. അത് ആത്മാവിൽ നിറഞ്ഞവർക്ക് മാത്രമേ ആ റേഞ്ചിലോട്ട് കടക്കാൻ പറ്റുള്ളൂ. പ്രസലോഷ്. ഇനി ധ്യാനത്തിൽ പങ്കെടുക്കുന്നത് തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്കുള്ളത് കൊണ്ടാണ്. പ്രസലോഷ്. അഭിഷേകം കിട്ടിയത് കൊണ്ടാണ് നിങ്ങൾ എത്തിയിരിക്കുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. സ്തുതിച്ചേ. സർവ്വത്തെ പറയും ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ഉറക്കെ സ്തുതിച്ചേ. ഹല്ലേലൂയ. സ്തുതിക്കുന്നു. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ ഉച്ചത്തില് ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പിടിക്കുക. സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവ് നമ്മൾ നിറയണം എന്ന് പറഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ. ഞാനിവിടെ നിൽക്കുന്നതും സുവിശേഷ സാക്ഷിയാകുന്നതും പിന്നെ ആളുകൾക്ക് ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്ന, ഞാൻ അണക്കര ഇങ്ങനെ ഒത്തിരി ആളുകളെ ഇങ്ങനെ കണ്ട് പ്രാർത്ഥിക്കുകയും. അപ്പം ചില സംഭവം നടക്കുമ്പോൾ നമുക്കറിയാം, നമുക്കത് ആരെയും പഠിപ്പിക്കാൻ പറ്റില്ല. നമുക്കാരും പഠിപ്പിക്കാൻ പറ്റുന്ന റേഞ്ച് അല്ലത്. പുസ്തകത്തിൽ എഴുതി പബ്ലിഷ് ചെയ്യാൻ പറ്റുന്നൊരു റേഞ്ച് അല്ലത്.
ലോജിക്ക് ഇല്ല അതിനകത്ത്. There is no human logic. ആ ഒരു പ്രവർത്തി ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന നമുക്ക് ബുദ്ധിയില്ലാഞ്ഞിട്ടല്ല, നമ്മുടെ യുക്തി കയറി പിടിക്കും ചില സമയത്ത്. ഇതെങ്ങനെ ഇതാകും, ഇതെങ്ങനെ സംഭവിക്കും. ഞങ്ങൾക്ക് ഈ ഒരു 3 വർഷം മുമ്പ് മറൈൻ ഡ്രൈവ് ബൈബിൾ കൺവെൻഷൻ നടക്കുകയാണ്. അപ്പോൾ അവിടെയുള്ളൊരു ഒരു ജോർജ് എന്ന് പറഞ്ഞ ജോർജ് ഏട്ടനുണ്ട്. ഈ ജോർജ് ഏട്ടനാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ മെയിൻ കോർഡിനേറ്ററുമാണ്. ഈ മറൈൻ ഡ്രൈവ് ഒരു കൺവെൻഷൻ കമ്മിറ്റിയുണ്ട്, മനോഹരമായിട്ട് അവർ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഈ ജോർജ് ഏട്ടൻ്റെ സഹോദരനൊരു ഡോക്ടറാണ്. അദ്ദേഹം എനിക്ക് വർഷങ്ങൾക്ക് മുമ്പായിട്ട് കാഞ്ഞിരപ്പള്ളിക്കാരനാണ്. അപ്പോൾ ആളെ എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് അറിയാവുന്നത്. അപ്പോൾ അവരുടെ മകൾക്ക് ക്യാൻസർ വന്നിട്ട് അത് സീരിയസായി ഹീമോ ഒക്കെ കൊടുത്തു. പക്ഷെ എന്നിട്ട് ആള് നല്ല ക്ലിയർ ആകുന്നില്ല, ഇതങ്ങോ സീരിയസ് ആയിട്ട്. അപ്പം അങ്ങനെ എനിക്ക് തോന്നുന്നത് അമൃത ഹോസ്പിറ്റലിൽ ഈ മകളെ ഒരു 34-35 വയസ്സ് പ്രായമുള്ള ആളെ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുക. അത് എന്തോ ഒരു ഇൻഫെക്ഷൻ അടിച്ചത്, അത് കൂടിപ്പോയി. അപ്പം ഡോക്ടർമാർ അവസാനം പറഞ്ഞു നോ ഹോപ്പ്. ഇവരെല്ലാം ഡോക്ടേഴ്സാണ്, എല്ലാം നോ ഹോപ്പ്, കൊച്ചും മരിച്ചു. അപ്പം പെട്ടെന്ന് അപ്പം കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കും. 5ാമത്തെ ദിവസമാണ് കൺവെൻഷൻ്റെ 5th ഡേയിലാണ്. അപ്പോൾ ഇവർ മരിച്ചു പോകുന്ന പറഞ്ഞപ്പോഴത്തേക്കും അച്ഛന്മാരെ വിളിച്ച് നിങ്ങൾ അന്ത്യകുദാശ കൊടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ലാസ്റ്റ് സാക്രമെന്റ് കൊടുത്തു. എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ആളിങ്ങനെ വെന്റിലേറ്ററിൽ ഗോയിങ് ടു ഡൈ വിതിൻ സെക്കൻഡ്സാണ്. ഞങ്ങൾ പറയാൻ കയറിച്ചാൽ ആ സമയത്ത് ഈ ജോർജ് ഏട്ടൻ, അതായത് ഈ മകളുടെ ഫാദറിൻ്റെ സഹോദരൻ പ്രസലോഷ്, ഈ ജോർജ് ഏട്ടൻ ഇവിടെ ഞാനിങ്ങനെ ക്ലാസ് കഴിഞ്ഞിട്ട് അടുത്ത ആരാധന, ലാസ്റ്റ് ആരാധന കയറാൻ പോവാം. അപ്പം ആരാധനയ്ക്ക് തൊട്ട് മുമ്പ് ജോർജ് ഏട്ടൻ ഇങ്ങനെ കുട്ടി വന്നിട്ട് അച്ഛാ, അപ്പോൾ ആളാണ് ആൾ സ്റ്റേജിൽ അറേഞ്ച്മെൻറ്റ്സ് നടന്നത്. ഞാൻ അങ്ങോട്ട് പൊക്കോട്ടെ, മറ്റേ ആളുടെ സഹോദരൻ്റെ മോള് മരിക്കാൻ പോവുകയാണ്, ഇപ്പം മരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളോട് പെട്ടെന്ന് എല്ലാം പറഞ്ഞു. അവിടെ ഞങ്ങൾ അങ്ങോട്ട് പൊക്കോട്ടെ, ഞാനങ്ങ് പൊക്കോട്ടെ. അപ്പം ഇതിങ്ങനെ പറയുമ്പോൾ സ്റ്റേജിൽ അടുത്തൊരു റേഞ്ചാണ് നമ്മൾ പിടിക്കുന്നത്. നമ്മൾ ഡോക്ടറെ അല്ല, ഞാൻ പറഞ്ഞു ജോർജ് ഏട്ടാ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല, ഈ ആരാധന കഴിഞ്ഞിട്ട് പോയാൽ മതി, ഇങ്ങോട്ട് കയറി നിൽക്കുക, ഇങ്ങോട്ട് കയറി നിൽക്കാൻ പറഞ്ഞു. അപ്പം എനിക്ക് ആ കൊച്ചിനെ അറിയാവുന്നതുകൊണ്ട് എനിക്കറിയാതെ ഞാൻ പറയും ഇങ്ങോട്ട് പോയിട്ട് കാര്യമില്ല, ഇവിടെ നിൽക്കുക, ദൈവം ഇടപെടും. ഞാൻ പറയും ആ തലം ഉണ്ടല്ലോ, അത് ഒരു സയൻസിനും എത്താൻ പറ്റാത്തൊരു തലമാണ്. അവിടേക്ക് നമ്മളെ എത്തിക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ആളെ ഞാൻ കയറ്റി നിർത്തി. അപ്പോൾ ആൾക്കാരെ ഞങ്ങളൊന്നും ശുശ്രൂഷ ചെയ്യുന്നവരെ ആ കൂട്ടത്തിൽ അടുത്ത് നോളാൻ പറഞ്ഞു. എന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രാർത്ഥിക്കാൻ നിങ്ങൾ ആരാധന തുടങ്ങി നല്ല സ്തുതിപ്പ്. ഈശോയെ നമ്മൾ ആരാധിക്കുകയാണ്, ഈശോയ്ക്ക് മഹത്വം, ഈശോയ്ക്ക് 1ാം സ്ഥാനം, ഉച്ചതിനെ ഏറ്റുപറയുക. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ദർശനം എന്ന പോലെ സംഭവം. അപ്പം എനിക്ക് ഒരു നിമിഷം എനിക്ക് തോന്നലാണോ ഈ മനുഷ്യൻ പറഞ്ഞത് എൻ്റെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ടാണോ, ഇങ്ങനെ പല തോന്നലുകൾ. പെട്ടെന്ന് ഞാൻ കാണുന്നൊരു ഹോസ്പിറ്റലിൽ ഒരാൾ കിടക്കുന്നു. അത് ഈ കൊച്ചാണോ വേറെ ആരും അറിഞ്ഞുകൂടും. ഉയർത്തെഴുന്നേറ്റ് എനിക്ക് ശരിക്കും കാണാം, വൈറ്റ് ഗൗണോടെ ഈ കൊച്ചിൻ്റെ അടുത്ത് നെറ്റയിൽ ഇങ്ങനെ തൊട്ടുകൊണ്ടിരിക്കുന്നതാണ്, സൗഖ്യപ്പെടുന്നതാണ്. അപ്പം ഞാൻ പെട്ടെന്ന് ആൾക്കാരെ ഞാൻ വിളിച്ചു പറഞ്ഞേ ഇങ്ങനൊരു സംഭവം എവിടെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ എൻ്റെ മനസ്സ് പറഞ്ഞു, എൻ്റെ ദൈവമേ ഡോക്ടറിൻ്റെ വീട്ടിലായിരിക്കണേ, ആ മകൾക്കായിരിക്കണേ പ്രസലോഷം. ഇത്രയും ഞാനും പ്രാർത്ഥിച്ചു എന്ന് എനിക്കറിയാം. ഇത് കഴിഞ്ഞു അരമണിക്കൂറത്തെ ആരാധന കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഫോൺ വരുന്നുണ്ട് സഹോദരനെ. ഞാനിവിടെ പറഞ്ഞ സമയത്ത് ആ കൊച്ചു കണ്ണു തുറന്നു, ആ കൊച്ചു പരിപൂർണമായിട്ടും സൗഖ്യപ്പെട്ടു. പ്രസലോഷം. ആ ഒരു പ്രവൃത്തി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പ്രസലോഷം. ആൾക്ക് കയറിയിരിക്കാനായിട്ട് പ്രേരണ കൊടുക്കുന്നതും അതുകൊണ്ട് ആ ഒരു റേഞ്ചിലോട്ട് കടക്കാൻ. അതുകൊണ്ടാണ് ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞത് ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, പക്ഷേ ഇപ്പം പറഞ്ഞ ഒന്നും മനസ്സിലാകത്തില്ല. ആര് വന്നാൽ മനസ്സിലാവും? പറഞ്ഞ് ബൈബിള് മനസ്സിലാകണമെങ്കിൽ പരിശുദ്ധാത്മാഭിഷേകം വേണം. അത്ഭുതങ്ങളും അടയാളങ്ങളും ഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം. സഭയെ ഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ്. പരിശുദ്ധ കുർബാന എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ
യേശുവെ സ്തുതിക്കുക, സ്തുതിക്കുക, സ്തുതിക്കുക. ദൈവസ്നേഹം മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ്, സ്വർഗത്തെക്കുറിച്ച് അറിവ് കിട്ടണമെങ്കിൽ പരിശുദ്ധാത്മാവ്. അല്ലാതെ ബുദ്ധി കൊണ്ട് സ്വർഗത്തെക്കുറിച്ച് പഠിക്കാൻ പോയാൽ അവസാനം അവന് ഇട്ടിച്ചു പോകും. നരകത്തെക്കുറിച്ച് അറിയണമെങ്കിൽ ആര് വേണം? പറഞ്ഞേ, പരിശുദ്ധാത്മാവ്. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദിവസങ്ങളിൽ ദാഹിച്ച് ഞാനും നിങ്ങളും ഒരുപോലെ ചോദിച്ച് പ്രാർത്ഥിക്കേണ്ടത് ഒറ്റ കാര്യത്തിന് വേണ്ടി മാത്രമാണ്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പറയും, നിങ്ങൾക്ക് ഓരോ സെക്കൻഡിലും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ കൈപിടിച്ചു. നിങ്ങൾ അഗ്നിയിലൂടെ പോകേണ്ടി വരുമായിരിക്കും, സഹനം വരും, അപമാനം വരും, തകർച്ച വരും, തീരുമാനം, അവിടെയൊക്കെ ഈ അരൂപി നടത്തുന്നതാണ്. ശ്രവണത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. പലപ്പോഴും നിങ്ങൾ ഒരു കാര്യം, സഹനത്തിൽ നിങ്ങൾ ഒത്തിരി ആനന്ദിക്കണം. സഫറിങ് എന്ന് വെച്ചാൽ ശരിക്കും സഫറിങ് എന്നുള്ള സംഭവം എനിക്കോ നിങ്ങൾക്കോ ഉണ്ടാകുന്ന ഒരു ടൈം ഉണ്ടല്ലോ, ആ ടൈമിലാണ് ഏറ്റവും കൂടുതൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത്. ആ സമയത്താണ് പരിശുദ്ധാത്മാവ് ഇടപെടുന്നതുകൊണ്ടാണ് നമുക്ക് സഹനമുള്ളത്. പരിശുദ്ധാത്മാവ് ഇടപെടുന്നത് കൊണ്ടാണ് സഹനം. അരൂപി റൂട്ട് തിരിക്കുന്ന, വഴിതിരിക്കുന്നത്. അരൂപി നമ്മളെ അരൂപിയുടെ വഴിയിലൂടെ കൊണ്ടുപോകുമ്പോൾ ഒരു സഹനം ഉണ്ടാവും. ശ്രവണത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ദൈവവിളി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സഹനമാണ്. കൊണ്ടുപോകുന്ന വഴി മുഴുവൻ തീക്കടലാണ്. അമ്മയെ അവിടുന്ന് നമുക്കറിയാം, അമ്മ ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ വചനത്തിന്റെ ശക്തിയാൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അമ്മ ഈശോ ഗർഭം ധരിച്ചു കഴിഞ്ഞപ്പോൾ യസപിതാവിന് സംശയം ഉണ്ടാകുന്നു. സംശയം ദൈവത്തിന്റെ ആത്മാവ് തന്നെ പരിഹരിക്കുന്നു. അതിനുശേഷം പിന്നെ പൂർണ്ണ ഗർഭിണിയായി പരിശുദ്ധ അമ്മയും കൂട്ടിക്കൊണ്ട് യസപിതാവ് ബെത്ലഹേമിലേക്ക് യാത്ര ചെയ്യുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴോ നമുക്കറിയാം, അവിടെ ചെന്നിട്ട് ഒരു വീട് കിട്ടാൻ വേണ്ടി എല്ലാ വാതിലും അടയ്ക്കപ്പെട്ട് കണ്ട്, എല്ലാ വാതിലും അടയ്ക്കും. ഒരു നിമിഷം വേണം പരിശുദ്ധ അമ്മയ്ക്ക് ചിന്തിക്കാം, യോസേപ്പിതാവിന് ചിന്തിക്കാം, ശരിക്കും ഉദരത്തിൽ കിടക്കുന്നത് ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ പിന്നെ എന്താ ദൈവം ഒരു വാതിൽ തുറക്കാത്തത്? എന്തുകൊണ്ട് അത്ഭുതം പ്രവർത്തിക്കാത്തത്? എന്തുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ആർക്കത് ഇത് ദൈവത്തിന്റെ അമ്മയാണ്, ദൈവത്തിന്റെ കുഞ്ഞാണ്, ദൈവത്തിന്റെ മകനാണ്, അമ്മയുടെ ഉദരത്തിൽ എന്തുകൊണ്ട് നിൽക്കുന്ന ഈ ബെത്ലഹേമിലുള്ള ഓരോ വീട്ടിലുള്ള ആളുകൾക്ക് ദൈവം മനസ്സിലാക്കി കൊടുക്കാത്തത്? മനസ്സിലാക്കാത്തത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ഈശോയെ ലോകത്തിന് വെളിപ്പെടുത്തിയതാരാ? പരിശുദ്ധാത്മാവ്. എപ്പോൾ? ഈശോ യോർദാൻ നദിയിൽ സ്നാനം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച് അരൂപിയാണ് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. നീ ആരാണെന്ന് മറ്റുള്ളവർക്ക് ആരാണ് വെളിപ്പെടുത്തേണ്ടത്? നമ്മളല്ല വെളിപ്പെടുത്തേണ്ടത്. സ്തുതിച്ച് രണ്ട് കർമ്മ സ്തുതിച്ച് പോരാ. നല്ല അഭിഷേകത്തിൽ സ്തുതിച്ചേ, ഉണർന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സ്തുതിക്കുന്നു. അഭിഷേകത്തിൽ സ്തുതിച്ച് ആരാധിക്കുന്നു. നന്ദി പറയും. സ്തുതിക്കുന്നു. നന്നായിട്ട് കൈയടിച്ച് ദൈവത്തിന്റെ മക്കള് നന്നായിട്ട് കൈയടിച്ച്, ശബ്ദം ഉയർത്തി കൈയടിച്ച്. എല്ലാ ബന്ധനങ്ങൾ അഴിഞ്ഞു പോട്ടെ, കെട്ടഴിഞ്ഞു പോട്ടെ, വിശ്വനാമത്തെ അഴിയട്ടെ. പക്ഷെ പരിശുദ്ധ അമ്മയുടെ ജീവിതം വളരെ സന്തോഷത്തോടെ കൂടി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇടപെടാൻ തുടങ്ങി, അല്ലേ? മാലാഖ വന്നു, സന്ദേശം കൊടുക്കുന്നു, കൊണ്ടു. അന്നു മുതൽ സഫറിങ്. പക്ഷെ സഫറിങ് അല്ലത്. അപ്പോൾ മുതലാ ദൈവ കയ്യിലെ ഒരു ഉപകരണമായിട്ട് അമ്മ മാറിയത്. അന്നു മുതൽ ദൈവം തൻ്റെ പദ്ധതിക്ക് വേണ്ടി ആരുപയോഗിക്കുന്നു? പരിശുദ്ധ അമ്മ ഉപയോഗിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടുത്തു, ദൈവത്തിൻ്റെ പദ്ധതിയിലൂടെ കടന്നു പോകുന്നവർക്കെല്ലാം സഹനത്തിൻ്റെ വഴികളിലൂടെ കടന്നു പോകേണ്ടി വരും. പക്ഷെ സഹനമല്ലത്, അത് ദൈവത്തിൻ്റെ പദ്ധതി. That is not at all a suffering. That's the plan of God. Can you follow me? സർവ്വത്തെ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ.
ചിലപ്പോൾ നിങ്ങളുടെ മക്കൾ ആഗ്രഹിക്കുന്ന പോലെ പഠിക്കുന്നില്ല, വളരുന്നില്ല, സ്വഭാവത്തിൽ മാറ്റം വരുന്നു, ജീവിത പങ്കാളിൽ ചില മാറ്റങ്ങൾ വരുന്നു, സഹനം വരുന്നു, അപ്രതീക്ഷിതമായ ചില ദുരന്തങ്ങൾ വീട്ടിലുണ്ടാകുന്നു, അപ്രതീക്ഷിതമായ തകർച്ചകൾ വരുന്നു, നഷ്ടങ്ങൾ വരുന്നു. ഉടനെ നമ്മളൊക്കെ അങ്ങ് പാനിക്കാതെ ഒന്നും ചെയ്യരുത്. സ്തുതിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയിലേക്ക് ദൈവം നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുക. വലിയൊരു പദ്ധതി നിന്ന് കൊടുത്തേച്ചാൽ അവിടെ ഒന്നും റിയാക്ഷൻ പാടില്ല, റിപ്ലൈ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. ശാന്തമായി നിന്ന് കൊടുക്കുക. ദൈവം നിന്നെ വലിയൊരു പദ്ധതിക്കായിട്ട് മാറ്റിയിരിക്കും. ദൈവം നിന്നെ വലിയ അനുഗ്രഹമാക്കി മാറ്റിയിരിക്കും. ഇവിടേക്ക് നിങ്ങൾ അനുഗ്രഹമാക്കി മാറ്റിയിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കൈയടിച്ചേ യേശുവിന്റെ മക്കളെ, നന്നായിട്ട് കൈയടിച്ച്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷം പരിശുദ്ധാത്മാവ് എനിക്കൊരു വെളിപാട് തരുന്നു കേട്ടോ. കർത്താവിൻ്റെ കരുണയുടെ ഹൃദയത്തിൽ നിന്ന് പ്രകാശരശ്മികൾ, ചുവന്നതും അതുപോലെ വൈറ്റുമായിട്ടുള്ള പ്രകാശരശ്മികൾ നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് കർത്താവിൻ്റെ എന്നെ കാണിക്കുന്നുണ്ട്. രണ്ട് കരമായി സ്തുതിച്ചേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമുക്ക് സഹനം ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യുന്ന നമ്മുടെ ശത്രുക്കളെയൊക്കെ ഒരിക്കലും ചെയ്തേക്കില്ല. അറിയാണ്ട് പോലും ശത്രുക്കളെ നമ്മൾ അവർക്കൊരു പ്രാർത്ഥിക്കണം. അവർ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗം. ദൈവഹിതത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് നമുക്ക് കുരിശുകൾ സഹനങ്ങളും വെച്ച്. അതൊരിക്കലും നെഗറ്റീവ് അല്ല. ഇറ്റ്സ് വെരി പോസിറ്റീവ്. വെരി പോസിറ്റീവ്. They are not at all our enemies. They're actually our friends. കാരണം അവരെ ദൈവം തൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമാക്കുന്നു എന്നുള്ളതാണ്. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. ശബ്ദമൂർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പരിശുദ്ധ അമ്മ ബെത്ലഹേമിൽ ചെല്ലുമ്പോൾ എല്ലാ വാതിലുകളും അടയ്ക്കപ്പെടുക. മൊത്തം വാതിൽ അടയ്ക്കപ്പെടുന്നു. എന്നിട്ടൊരു വാതിലിലേക്ക് കൊണ്ടുപോകുന്നു, കാലിത്തൊഴുത്തിലേക്ക്. എന്തിനെ കാലിത്തൊഴുത്തിലേക്ക് കൊണ്ടുപോകുന്നു? പഴയ നിയമത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്, അവൻ ജനിക്കേണ്ടത് അവിടെയാ. ദൈവ പദ്ധതിയുടെ വെളിപാടിൻ്റെ വ്യക്തിയാണ് ഈശോ മിശിഹ. അവൻ പോകുന്ന വഴി അങ്ങനെയാ, നിഗൂഢതയാ. അവിടെ നിന്ന് കൊടുക്കുന്നൊരു പരിശുദ്ധയാണ്. ശരിക്കതാണ്. അത് അമ്മ കരയുന്നില്ലല്ലോ. ഈ പ്രശ്നങ്ങളായ പ്രശ്നമുണ്ട്. അമ്മയ്ക്ക് ഒരു ആകുലതയില്ല. അമ്മ കുറ്റപ്പെടുത്തുന്നില്ല. യോസേപ്പ് പിതാവിനോട് ഇതെന്തൊരു മനുഷ്യനാണെന്ന് ചോദിക്കുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഒരു വഴക്കുമില്ല. ഷീ ഈസ് ജസ്റ്റ് ഗോയിങ് ത്രൂ ദ പ്ലാൻ ഓഫ് ഗോഡ്. അവരാ വാതിലും അടച്ചപ്പോൾ അത് വേറെ വലിയൊരു പദ്ധതിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ആ വാതിൽ അടയ്ക്കപ്പെട്ടില്ലെങ്കിൽ ദൈവവചനം ഈശോയിൽ പൂർണ്ണമാകില്ല. ഈശോയിൽ അത് പൂർണ്ണമാകണമെങ്കിൽ ആ സംഭവം എല്ലാം നടന്നേ പറ്റൂ. ഈശോ ആരാണെന്ന് നമ്മൾ അറിയണമെങ്കിൽ ആ സംഭവങ്ങളെല്ലാം ഉണ്ടായേ പറ്റൂ. യേശുവെ സ്തുതിക്കുന്നു. അടുത്ത് വീണ്ടും നമുക്കറിയാം, അവിടെ വെച്ചാണ് ഹെറോദസ് ഈശോയെ കൊല്ലാനായിട്ടുള്ള പദ്ധതിയായിട്ട് ആളുകൾ പട്ടാളക്കാരെ വിടുന്ന സംഭവം ഉണ്ടല്ലോ, ഭടന്മാരെ വിടുന്നുണ്ട്. അപ്പോൾ ഉടനെ അവിടുന്ന് ഇതൊരു സഹനമല്ലേ, പരിശുദ്ധ അമ്മ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് യോസേപ്പ് പിതാവും കൂടെ നേരെ ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. എക്സോഡസ് നടക്കുകയാണ്. സർവോടത്ത് പറഞ്ഞേ ഹല്ലേലൂയാ. ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഒരു പക്ഷേ ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടാകും കേട്ടോ. മക്കൾ ചില സമയത്ത് ചില സാഹചര്യങ്ങളിൽ അപകടത്തിൽപ്പെടുന്നു, ചില വലിയ പ്രശ്നം വരുന്നു. അപ്പോൾ ചിലപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയും, ഒരു എക്സഡസ് ആവശ്യപ്പെടും. എക്സഡസ് ചിലപ്പോൾ ഒരു വീട് മാറാൻ പറയും, ചിലപ്പോൾ സ്റ്റേറ്റ് മാറാൻ പറയും, ചിലപ്പോൾ രാജ്യം തന്നെ മാറാൻ പറയും, ചിലപ്പോൾ ജോലി മാറാൻ പറയും. അപ്പോൾ ഒരു എക്സഡസ് ചില സമയത്ത് നമ്മൾ പോകേണ്ടി വരും. അതും ഒരു അപകടം ഉണ്ടാകാൻ വേണ്ടിയല്ല എക്സഡസ്, ശരിക്കും ഒരു വലിയ വിജയത്തിന് വേണ്ടിയുള്ള എക്സോഡസ്. ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു പുറപ്പാടാണ്, ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി ശരിക്കും ദൈവം നടത്തുന്ന ആൾക്കാർ. എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്, പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളൊക്കെ കാണുമ്പോൾ എന്നെ കാണും, നിങ്ങളൊക്കെ കാണാൻ തിരിച്ചറിഞ്ഞത് ഒറ്റ വാക്കുകളോ, ഈ ആളെ പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്ന വ്യക്തിയാണോ അല്ലയോ?
ഒരാളെ നോക്കിയിട്ട് ഞാൻ പറയേണ്ടതാണ്, ഈ ആളെ പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്ന മോന് is he guided or led by the Holy Spirit? ആ കുടുംബനാഥന്റെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ is he guided or controlled by the Holy Spirit? അപ്പൊ അത് കാണണം. നിങ്ങൾക്ക് വീട്ടിലുള്ള ഓരോരുത്തരും നിങ്ങൾ തന്നെ പഠിക്കണം, അല്ലെങ്കിൽ വ്യാഖ്യാനിക്കണം. ആ വ്യക്തി അരൂപിയാൽ നയിക്കപ്പെടുന്ന വ്യക്തിയാണോ? സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ, 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 വിശ്വ ആരാധന, ഹല്ലേലൂയ. കൈയടിച്ച് കർത്താൻ നന്ദി പറഞ്ഞേ. ബന്ധനം അടിയട്ടെ, അടിയട്ടാണ്. കരങ്ങൾ ഉയർത്തി കൈയടിച്ചത് നന്നാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഈ സമയം നമുക്ക് നന്ദി പറയാം. നമ്മളിൽ ഇപ്പം നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങൾ കൂടി പരിശുദ്ധാത്മ ഉണ്ട് കേട്ടോ. നിങ്ങൾ അനുഭവിക്കും. ഈ ധ്യാനം കഴിയുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിട്ടേ പോകുള്ളൂ. ഞാനും നിങ്ങളും ഒരുപോലെ പരിശുദ്ധാത്മ അറിയും. അപ്പം ആ രൂപയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഒരു നിമിഷം കാര്യങ്ങൾ ഈ സ്തുതിച്ചേ. ഹല്ലേലൂയ. സ്തുതിക്കുന്നു പരോക്ഷത്തിൽ എന്നാണ് സ്തുതിച്ചേ. നമുക്കൊന്ന് എഴുന്നേറ്റിരുന്നല്ലോ, ഒന്ന് എഴുന്നേറ്റ് നമ്മൾ സ്തുതിച്ചാലോ. രണ്ടുപേരും ഈ സ്തുതിക്കട്ടെ. രണ്ട് കരം സ്തുതിച്ചേ. ഹല്ലേലൂയ. സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ആരാധന. We are the living water, never dying fountain, comforter and counselor, take complete control. You are the living water, never try to fountain, comforter and counselor, take complete control. Welcome Holy Spirit, we are in your presence, we are in your presence. Fill us with your power, fill us with your power. Live inside of me. Together, welcome Holy Spirit. Welcome Holy Spirit. We are in your presence. We are in your presence. Fill us with your power. Live inside of me. We are the living water, never dry fountain, comforter and counselor, take complete control. We are the living water, never dry fountain, comforter and counselor, take complete control. Welcome Holy Spirit. We are in your presence. Fill us with your power. Live inside of me. Hallelujah, 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 hallelujah. Hallelujah.
ഹല്ലേലൂയ. ആമേൻ. നമുക്കിരിക്കാം. ഇരിക്കാം. നല്ല അഭിഷേകം. പ്രൈസ് ദി ലോർഡ്. ആർ യു ഓക്കേ? യെസ് ഓർ നോ? യെസ്. ഒന്ന് കൈയടിച്ചേരെ ചോദിക്കും. നന്ദി പറഞ്ഞിരുന്നു. വെരി ഗുഡ്. ശബ്ദം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനാൽ ഞാൻ നയിക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ നോക്കിയാൽ മതി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അരൂപിയാലാണോ നയിക്കപ്പെടുന്നതല്ലയോ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചില വീടുകൾ നോക്കുമ്പോൾ പറയാം, അവിടെയുള്ള ആളുകളെ കാണുമ്പോൾ പറയാം, അരൂപി നമ്മളോട് പറയും അരൂപിയെ നയിക്കപ്പെടുന്നവരാണ്. നമ്മൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരാണെങ്കിൽ അരൂപി നിറഞ്ഞിട്ടുള്ള ആളുകളുടെ അടുക്കിലേക്ക് ദൈവം നമ്മളെ നടത്തും. വഴിതെറ്റിപ്പോഴാണ് പരിശുദ്ധ അമ്മ എലിസബത്തിന്റെ അടുക്കൽ വരുമ്പോൾ അരൂപികൾ തമ്മിൽ ഉണ്ടാകുന്ന ഒരു സന്തോഷം കാണാം. അതായത് പരിശുദ്ധ അമ്മയിലെ പരിശുദ്ധാത്മാവും വിശുദ്ധ എലിസബത്തിലെ പരിശുദ്ധാത്മാവും തമ്മിലുള്ളൊരു ആശ്ലേഷം. സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ സത്യവും നീതിയും തമ്മിൽ ആശ്ലേഷിക്കുന്നു, കണ്ടുമുട്ടുന്നു, കൂട്ടുകൂടുന്നു. ശബ്ദമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ഞാൻ ആ സംഭവത്തിന്റെ ബാക്കി പോകട്ടെ. അതായത് ബെത്ലഹേമിൽ ഈശോ കാലിത്തൊഴുത്തിൽ പറക്കുമ്പോൾ അത് ദൈവഹിതമാണ്, അരൂപിയാണത്. ആ ഒരു സംഭവം അല്ലാതെ വേറെ വീട് കിട്ടാത്തത് കൊണ്ട് അവിടെ ആയിപ്പോയതുപോലെ നമ്മൾ ബൈബിള് വായിക്കുമ്പോൾ നമുക്ക് തോന്നും. പക്ഷേ അതല്ലല്ലോ അത്. സ്വയം ശൂന്യനായിരിക്കുന്ന യേശുവിനെ കാണിക്കുകയാണ്. അപ്പൊ അത് ഈശോയുടെ ആ ഇൻകാർണേഷനിലെ ഒരു മിറക്കിളാണത്. പക്ഷെ അത് അരൂപി നയിക്കുന്ന വഴിയാണ്. അരൂപി നയിക്കുന്ന വഴികളാണ്. പരിശുദ്ധ അമ്മയ്ക്ക് അത് മനസ്സിലായേ. അമ്മ അതുകൊണ്ട് അമ്മയ്ക്ക് ആമയും പറയാണ്. അത് സഹനമല്ല. അമ്മയ്ക്ക് ആ ബെത്ലഹേമിൽ കിടക്കേണ്ടി വന്നതൊരു സഫറിങ് അല്ല, ഒരു വലിയൊരു സന്തോഷമാണ്, ആനന്ദമാണ്. ജോയ് ഇൻ ദി സ്പിരിറ്റാണ്. അരൂപിയിലുള്ള ആനന്ദമാണ്. കാരണം ദൈവഹിതമാണ്. ഇതുപോലെ നിങ്ങൾക്കും കാണാൻ പറ്റണം. ജീവിതത്തിലുണ്ടാകുന്ന സംഭവങ്ങൾ അരൂപിയാലാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കുക. അരൂപിയുടെ പ്രവർത്തനമാണെങ്കിൽ അത് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കുമ്പോൾ ആ അരൂപിയുടെ പ്രവർത്തനമാണെങ്കിൽ നമുക്ക് ആനന്ദം ഉണ്ടാകും, ആഹ്ലാദം ഉണ്ടാകും. വീണ്ടും അവിടെ നിന്ന് ഒരു എക്സഡസ് ഉണ്ടാകുകയാണ് ഈജിപ്തിലേക്ക്. ചരിത്രം പറയുന്നതനുസരിച്ച്, ഹിസ്റ്റോറിയൻസ് പറയുന്നുണ്ട്, 7 സ്ഥലങ്ങളിൽ പരിശുദ്ധ അമ്മയും യോസേപ്പ് പിതാവും ഈജിപ്തിൽ താമസിച്ചെന്ന് പറയുന്നത്. പലയിടങ്ങളും. കാരണം എപ്പോഴും ഈ ശത്രുക്കള്, ഈ ഹെറോദോസിന്റെ പടയാളികൾ അവരങ്ങനെ അന്വേഷിക്കുമായിരുന്നു, എപ്പോഴും അന്വേഷിക്കുമായിരുന്നു. കുറെ കുഞ്ഞുങ്ങളെ വധിച്ചു കഴിഞ്ഞിട്ട് അവർ പ്രശ്നം തീർത്ത് അവരുദ്ദേശിച്ച കുഞ്ഞിനെ കിട്ടിയില്ല, അവർക്കറിയാമായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതിങ്ങനെ ഇവരിങ്ങനെ ഓട്ടി നടക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു പലതരത്തിൽ ഇവര് എങ്ങനെയെങ്കിലും ഈശോയെ കൊന്നുകളയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നടക്കില്ല. അരൂപിയാൽ നിറയപ്പെട്ടവനെ ആർക്കും കൊല്ലാൻ പറ്റില്ല. അവനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി മുഴുവൻ തീർന്നാൽ മാത്രമേ അവനെ കൊല്ലാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു വ്യക്തിയെ ആർക്കും കൊല്ലാൻ പറ്റത്തില്ല. ഒരിക്കലും നടക്കില്ല. ഇംപോസിബിൾ ടാസ്ക്. നിങ്ങളുടെയൊക്കെ കുഞ്ഞുങ്ങൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരാണെങ്കിൽ ഏത് നരകത്തിലും വിട്ടു, ഒന്നും പേടിക്കണ്ട. കാരണം അരൂപി അവരെ അവിടെ സംരക്ഷിച്ചിരിക്കും. ഏത് കോളേജിലും വിട്ടു, ഒന്നും സംഭവിക്കില്ല. കാരണം അവനെ ആരും നിയന്ത്രിക്കും. അങ്ങനെ തല ഉണ്ടോ? യെസ് ഓർ നോ? യെസ്. നമ്മൾ കണ്ടിട്ടില്ല, വളരെ മോശമായ സാഹചര്യങ്ങളിൽ വലിയ വിശുദ്ധർ ജനിച്ചു വന്നിരിക്കുന്നത് കണ്ടിട്ടില്ലേ? വളരെ പ്രതികൂലം നിറഞ്ഞ കുടുംബ അന്തരീക്ഷത്തിൽ വിശുദ്ധരായ കുഞ്ഞുങ്ങൾ ജനിച്ചു വളർന്ന് കണ്ടിട്ടില്ലേ? വളരെ തകർന്ന കുടുംബത്തിൽ കയറി ചെന്ന ഒരു പെങ്കൊച്ച് തകരാതെ ആ വീടിനെ മുഴുവനും തകർച്ചയെന്ന് കരകയറ്റിയിട്ടുള്ള ചരിത്രം നമ്മൾ കണ്ടിട്ടില്ലേ? തകർന്ന് തരിപ്പണമായ ഒരാളെ വിവാഹം കഴിച്ച് കയറി ചെല്ലുന്ന ചില സ്ത്രീകള്, പെൺകുട്ടികള്, യുവതികള്
അവള് ചെന്നിട്ട് അവനെ മുഴുവൻ മാനസാന്തരപ്പെടുത്തി ദൈവത്തിൻ്റെ മകനും മകളും ആക്കി മാറ്റി കണ്ടിട്ടില്ലേ? കാരണം അവളെ നയിച്ചതാരായിരുന്നു? പരിശുദ്ധാത്മാവായിരുന്നു. ഈ തലമുറയിൽ കാര്യം നമ്മളെല്ലാം അറിവുണ്ട്, അറിവിൻ്റെ പഞ്ഞമല്ല. ബൈബിളും അറിയാം, ദൈവശാസ്ത്രം അറിയാം, തത്വങ്ങളെല്ലാവർക്കും അറിയാം. അറിവിൻ്റെ പഞ്ഞമല്ല, അഭിഷേകത്തിൻ്റെ കുറവാണെന്ന് എല്ലാത്തിൻ്റെയും പ്രശ്നം. അനോയിൻറ്റിങ്ങിൻ്റെ അളവ് കുറവാണ്. Can you follow me? Am I right? യേശുവെ സ്തുതിക്കുന്നു. അരൂപിയുടെ പ്രവർത്തനം കുറയുന്നു. സഭയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. സഭയിലും നവീകരണങ്ങൾ ഉണ്ടാകട്ടെ. ഇപ്പം ഈ നാളെ നല്ല ദൈവം ഒരുപാട് പ്രവർത്തിക്കുന്നത് കാണും. ഒത്തിരി സന്തോഷം. ശരിക്കും അഭിഷേകം കുറയുന്നതിൻ്റെ പ്രശ്നമാണ്, അല്ല വേറൊന്നുമല്ല. അനോയിൻറ്റിങ് കുറയുന്നു. അനോയിൻറ്റിങ് പറയുമ്പോൾ ഭാഷകൾ തമ്മിൽ ചേരാതെ പോകുന്നു. ബാബേൽ ഗോപുരം പോലെ ആകുക. അവിടെ ഒരാൾ പറയുന്ന മറ്റേ ആൾക്ക് മനസ്സിലാകുന്നില്ല. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും ബഹളവും തല്ലും പിടുത്തവും അസ്വസ്ഥതയുണ്ടാകും. എന്ന് നമ്മൾ നോക്കി പുതിയ നിയമത്തിൽ പെന്തക്കോസ്ത് അനുഭവത്തിന് ശേഷം അവിടെ അവർ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അവർക്ക് മനസ്സിലാകും. ഈവൻ അവർ പറയുന്നത് മറ്റു ഭാഷക്കാർക്ക് പോലും മനസ്സിലാകും. ഇവരുടെ ഭാഷ അറിയത്തില്ലാത്തവർക്ക് പോലും ഇവരെന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നതിന്റെ കാരണം ആ സമയത്ത് അവിടെ മുഴുവൻ പ്രവർത്തിക്കുന്ന ആരാ? പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത്. ഇത് നമ്മുടെ കുടുംബങ്ങളിൽ തകർച്ചകളും പ്രശ്നങ്ങളും സഭയിലെ സമൂഹത്തിലും എവിടെയാകട്ടെ, നമ്മൾ ആരിലും ആകട്ടെ, ഒറ്റ കുറവ് മാത്രമേ ഉള്ളൂ, lack of Holy Spirit. യേശുവെ സ്തുതിക്കുന്നു. പറഞ്ഞ ഹല്ലേലൂയ സ്തുതിക്കും. ഞാർക്കിയ കഴിഞ്ഞ ധ്യാനത്തിനാണ് കരയിൽ ധ്യാനം നടന്നപ്പോൾ ഒരു ഡൈവോഴ്സ് കേസിൻ്റെ അടുത്തുനിന്ന് ഫാമിലി പ്രോബ്ലം. അപ്പോൾ അവരിങ്ങനെ 4 ദിവസവും ധ്യാനം കൂടിയിട്ട് ഇങ്ങനെ മാനസാന്തരപ്പെടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവസാനം ഇവരെൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അച്ഛാ പ്ലീസ് പ്രേ ഫോർ ദം. അപ്പോൾ ഇവരിങ്ങനെ വളരെ സീരിയസ് ആയ പ്രശ്നമുള്ളൊരു ഫാമിലിയാണ്. വളരെ സീരിയസ് ആയ പ്രശ്നം. കേട്ട് കഴിഞ്ഞാൽ ഒരിക്കലും അത് പരിഹരിക്കാൻ പറ്റില്ലാത്ത പ്രശ്നമാണ്. പക്ഷെ നമുക്ക് പരിഹരിക്കാൻ പറ്റത്തില്ല, ശരിയാണ്. പക്ഷെ ആർക്ക് പരിഹരിക്കാൻ പറ്റും? എനിക്കോ നിങ്ങൾക്കോ അത് പരിഹരിക്കാൻ പറ്റില്ല, പക്ഷെ പരിശുദ്ധാത്മാവിന് പറ്റും എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? എങ്ങനെ ക്രിസ്ത്യാനി ആകുന്നുള്ളൂ? ഞാൻ മറ്റൊന്നും ചെയ്തില്ല. ഇവരോട് ഒരു തർക്കത്തിനോ ചോദ്യങ്ങൾ ചോദിക്കാനോ എന്താ പ്രശ്നം, പിന്നെ എന്താ എന്താ പ്രോബ്ലം, ഇതൊന്നും ഞാൻ ചോദിച്ചില്ല. 2 പേരുടെ തലയിൽ കൈവച്ചു. പരിശുദ്ധാത്മ സ്നാനം ഉണ്ടാകാൻ ഞാൻ പ്രാർത്ഥിച്ചു. ബാപ്റ്റിസം ഓഫ് ദി ഹോളി സ്പിരിറ്റ് പ്രാർത്ഥിച്ചു. 2 പേരും അബോധാവസ്ഥയിൽ താഴോട്ടും വീണു. അവർക്ക് മനസ്സിലായി പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇവരിലേക്ക് പ്രവഹിച്ചു തുടങ്ങി. വീണ്ടും ഇവർ എഴുന്നേറ്റ്, വീണ്ടും ഇവരുടെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചു. വീണ്ടും ഒരു 3-4-5 പ്രാവശ്യം പ്രാർത്ഥന കഴിഞ്ഞു എഴുന്നേറ്റ്. ഞങ്ങളുടെ മക്കളെ എന്നോണ്ട് സുഖമാണോ? അത് പോച്ച ഇനി എങ്ങനെയാ അച്ഛനെന്താ പറയുന്നത്? മക്കൾ ഒരുമിച്ച് പോകണം, പൊക്കോളോ വെച്ചു. ഒരു നിമിഷം കൊണ്ട് ഞാൻ കൈ കോർത്ത് പിടിക്കാമോ? കൈ കോർത്ത് പിടിക്കാമോ? കെട്ടിപ്പിടിച്ചു. ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു. 2 ഒന്നും കൂടെ ഒരുമിച്ച് നിങ്ങൾ അബോധാവസ്ഥയിലങ്ങ് വീണു. എന്നിട്ട് എഴുന്നേറ്റിട്ട് പിന്നെ അവർ സന്തോഷിച്ചുകൊണ്ട് ഒരു ഭവനത്തിലോട്ട് പോവുകയാണേ. അപ്പം അവിടെ എന്താ സംഭവിച്ചത് എനിക്കും അറിയത്തില്ല, ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, അവിടെ ഒരാളുടെ പ്രവർത്തനം ഉണ്ടായി, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടായി. ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒരു 10,000-കണക്കിന് കുടുംബങ്ങൾ കരകയറിയിട്ടുണ്ട്. അവിടെ മോർ ദാൻ 10,000, 10,000 ഒന്നും ആയിരിക്കില്ല, മോർ ദാൻ 25,000 എന്നൊക്കെ പറയാൻ പറ്റും. അവിടെ തുറവുകയാണ്. ചിലപ്പോൾ ശുശ്രൂഷകരാന്ന് വേണ്ടി ചിലർ കൊണ്ട് ശുശ്രൂഷ ചെയ്തും ചിലപ്പം ധ്യാനം കൂടി ചിലർ വിശ്വാസം പോകാറുണ്ട്. പ്രസിലോ അങ്ങനെ പരിശുദ്ധാത്മാവിനെതിരായിട്ട് പോകുന്ന ആൾക്കാരാണ്, ഞാനത് കണ്ടിട്ടുണ്ട്. അത് നെഗറ്റീവാണ്. ശരിക്കും എളിമപ്പെട്ട് നിന്നെങ്കിൽ മാത്രമേ അനോയിന്റിങ് നമുക്ക് സ്വന്തമാക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഞങ്ങളുടെ കൂടെയൊക്കെ നടക്കുന്നവർ കാണും. പ്രശ്നം ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇതൊന്നും കാര്യമില്ല. അഭിഷേകം എന്നുള്ളത് അത് നല്ല എളിമ. അതാണ് ഈ കൃപ കിട്ടാൻ ഒരൊറ്റ വചനം. സുവിശേഷ പ്രഘോഷണത്തിൽ ഞങ്ങൾ ആദ്യം പറയുന്നൊരു വചനമുണ്ട്, യെശയ്യാ 66:2. പ്രസിലോഷ് ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും
ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. എന്നിട്ട് പറഞ്ഞേ, ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കൾ, എളിമ വേണം, നല്ല എളിമ. എളിമയെ പാടുള്ളൂ. എളിമ വേണം, എളിമ വേണം. ഇന്ന് എളിമയില്ല, അതാണ് ഈ അനോയിന്റിങ് കുറഞ്ഞത്. പക്ഷെ ഞങ്ങളൊക്കെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ട് ചിലർക്ക് അഭിഷേകം കിട്ടാത്തതിന്റെ കാരണം അഹങ്കാര. ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് പ്രൈഡ്. അഹങ്കാരവും അനുതാപമില്ലാത്തൊരു മനസ്സും. No repentance. There is no repentance. And filled with pride. That's the cause of they're not able to receive Holy Spirit. രൂപിയാൽ നിറയപ്പെടാൻ പറ്റുന്നില്ല. അത് എളിമയില്ല, നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. ശരിക്കും സുവിശേഷ ശുശ്രൂഷ നിങ്ങളും ഒരുപോലെ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കേണ്ടത് നമുക്ക് എളിമപ്പെടണം. അതിനൊക്കെ ഒത്തിരി എളുപ്പപ്പെടണം. നമുക്കൊന്നും അഹങ്കാരം കംപ്ലീറ്റ് പോകണം. ചിലപ്പോൾ നമുക്കൊക്കെ സഹനമൊക്കെ എടുത്താൽ തരുന്നത് നമ്മുടെ അഹങ്കാരം കളഞ്ഞിട്ട് നന്നായിട്ട് എളുപ്പപ്പെടാനാണ്. കാരണം എളുപ്പപ്പെടുമ്പോഴാണ് ഈ അനോയിന്റിങ് വരുള്ളൂ. അല്ല, ബൈബിള് പഠിച്ചുകൊണ്ട് ഈ അനോയിന്റിങ് വരില്ല. മുട്ടുമേ നിന്നുകൊണ്ട് ഈ അനോയിന്റിങ് വരില്ല. ഈ അനോയിന്റിങ് വരുന്നത് എളുപ്പപ്പെടുമ്പോഴാണ്. Can you follow me? ഇതാ കർത്താവിൻ്റെ ദാസി. അതാണ് ഈ അരൂപി അഭിഷേകം വരുന്നതിന്റെ സമയം. അതാ, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നെ നിറവേറട്ടെ. ആ ഒരു എളിമപ്പെടലാണ്. അതുകൊണ്ടാണ് ലൂക്ക 1:47-48 പറയും, ദൈവം തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. യോഹന്നാൻ 3:30 പറയും, അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. 1 പത്രോസ് 5:7 പറയും, കർത്താവിന്റെ ശക്തമായ കരത്തിന് കീഴെ താഴ്മയോടെ നിൽക്കുവിൻ, തക്ക സമയത്ത് അവിടെ നിങ്ങളെ ഉയർത്തിക്കൊള്ളും. യാക്കോബ് ലേഖനം 4:6-7-8 പറയും, ആകയാൽ അവിടുന്ന് കൃപാവരം ചൊരിയുന്നു. ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യും. എളിമപ്പെടണം. ഞാനും നിങ്ങളൊക്കെ എളിമപ്പെടണം. നമ്മളിലെ എല്ലായിടത്ത് കളയണം അഹങ്കാരം, ഈഗോ, ഞാനെന്ന ഭാവം, സെൽഫിഷ് മൈൻഡ്, സ്വാർത്ഥത ഒക്കെ എടുത്ത് കളയണം. എങ്കിലേ ഈ ആത്മാവിനെ അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ. എങ്കിലേ ആത്മാവ് പ്രവർത്തിക്കുള്ളൂ. യേശുവെ സ്തുതിക്കുന്നു, 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 സ്തുതിച്ച് 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 ഹല്ലേലൂയ സ്തുതിക്കുന്നു, സ്തുതിച്ച് 2 കരങ്ങൾ സ്തുതിച്ച് 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 സ്തുതിക്കുന്നു, 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 സ്തുതിച്ച് ശക്തമായി സ്തുതിച്ച് ക്ഷേത്രം സ്തുതിച്ച് 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 ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ദാനിയേലിന്റെ പുസ്തകത്തിന്റെ 10:12 ദാനിയേല് ശരിയായത് അറിയുന്നതിന് വേണ്ടി നീ നിന്റെ ദൈവത്തിന്റെ മുമ്പിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ നിമിഷം മുതൽ നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു. അപ്പോൾ ഒരു കാര്യമുണ്ട്, എളിമ എന്ന വാക്കിൻ്റെ അത്യാവശ്യം വലിയ പ്രത്യേകമാണ്. അത് നമ്മൾ ചിലപ്പോൾ ഉണ്ട്, നമ്മൾ ഈ ചിലർക്ക് ഭയങ്കര ഭവ്യത കാണിക്കും. ശുദ്ധിയായിക്കോട്ടെ, ശുദ്ധിയായിക്കോട്ടെ. ഇതല്ല ബൈബിള് പറയുന്ന എളിമ. ഈ പരിശുദ്ധി അമ്മ ഒരിക്കലും അങ്ങനെ നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അമ്മ നല്ല തൻ്റെ ഇടത്തോടെ നടക്കുന്നു. ഈ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് നോക്കി കഴിഞ്ഞാൽ അമ്മ ഒരു റിച്ച്നെസ് ഉണ്ടല്ലേ, ഒരു കിങ്ലി അനോയിന്റിങ് എന്ന് പറയും. രാജകീയമായ ഒരു ദർശനം. പലരുടെ മുമ്പിൽ തല കുനിക്കാതെ നിൽക്കുന്നൊരമ്മ. അപ്പൊ അവിടെ എന്താണ് എളിമ? വാട്ട് ഇസ് ഹ്യൂമിലിറ്റി? എളിമ എന്നാണ് ബൈബിള് പറയുന്ന ഒറ്റ കാര്യമാണ്. മുമ്പ് ഞാൻ പറഞ്ഞ കാര്യമാണ്. അതായത് ദൈവവചനങ്ങളെ കണ്ണും പൂട്ടി വിശ്വസിക്കുന്നതാണ് എളിമ. എങ്ങനെ വിശ്വസിക്കണം? ദൈവവചനത്തെ എങ്ങനെ വിശ്വസിക്കാൻ പറഞ്ഞ് കണ്ണും പൂട്ടി വിശ്വസിക്കണം. പറഞ്ഞ ഹല്ലേലൂയ. അതായത് ഞാൻ പറഞ്ഞ ബൈബിളിലെ ഏറ്റവും വലിയൊരു വചനം എന്ന പോലെ ഞാൻ സൂക്ഷിക്കുന്ന വചനമാണ് ലൂക്കാ സുവിശേഷം 1:44-45. പരിശുദ്ധ അമ്മയുടെ മുഖത്ത് നോക്കി വിശുദ്ധ എലിസബത്ത് പറയുന്നൊരു വാക്ക്, ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറും
എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അതായത് ദൈവവചനം അതേപടി നിറവേറുമെന്ന് സംശയമില്ലാതെ വിശ്വസിക്കുന്ന പരിശുദ്ധ അമ്മ. അപ്പൊ അങ്ങനെ സംശയമില്ലാതെ നിൽക്കുന്നു. അത് വെളിമയുള്ളവർക്ക് സംശയമില്ലാതെ നിൽക്കാൻ പറ്റുള്ളൂ. പറഞ്ഞു വെച്ചാൽ പരിശുദ്ധമ്മയ്ക്ക് സംശയം ഉണ്ടായില്ല. അമ്മ ചോദിക്കുന്നുണ്ടല്ലോ, ഇതെങ്ങനെ സംഭവിക്കും? പ്രസിലോ, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പോൾ ചോദിക്കുന്ന തെറ്റുണ്ട്. ചോദിക്കുന്ന ഒരു തെറ്റുമില്ല, നല്ലതാണ് പ്രസിലോ. പക്ഷേ ചോദിക്കുന്നത് അത് അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകാൻ വേണ്ടിയായിരിക്കണം പ്രസിലോ, അല്ലാതെ അതിനെ നെഗറ്റ് ചെയ്യാൻ വേണ്ടി ആകരുത് പ്രസിലോ. പലപ്പോഴും നമ്മൾ ചോദിക്കുന്നതിനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി പ്രസിലോ, ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഞാൻ ചോദിക്കുന്നതും ആ സ്റ്റേറ്റ്മെൻറ്റിനെ കൂടുതൽ അറിയാൻ വേണ്ടി ഞാൻ അതിനെക്കുറിച്ച് ചോദിക്കുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. സർവർത്തി പറഞ്ഞ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കുമെന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, ആ സ്റ്റേറ്റ്മെന്റ് അമ്മ വിശ്വസിച്ചു. അമ്മ 100% വിശ്വസിച്ച് അംഗീകരിച്ചു കഴിഞ്ഞു. അമ്മ ഇനി അറിയേണ്ടത് ഇതെങ്ങനെയാണെന്ന് അറിയണം. ഹൗ ദ ഹോളി സ്പിരിറ്റ് ഈസ് ഗോയിങ് ടു ആക്ടിവേറ്റ്. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ സംഭവിക്കും? ഒറ്റ ചോദ്യമേ ഉള്ളൂ. അപ്പോഴാണ് പരിശുദ്ധാത്മാവ് ബാക്കി കാര്യം പറഞ്ഞു കൊടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവിടെയാണ് ഇവിടെ ഒരു കാര്യത്തിനും വചനത്തെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് വചനത്തിൻ്റെ പൊരുളുകൾ ദൈവം തുറന്നു കൊടുക്കും. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. സങ്കീർത്തനത്തിൽ 119 മനോഹർ 130 വചനം 119 130. അതായത് ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങയുടെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു, എളിയവർക്കത് അറിവ് പകരുന്നു. ഉണ്ടോ? എളിയവർക്ക് അറിവ് കൊടുത്തോണ്ടിരിക്കുക. 2 കർമ്മ സ്തുതിച്ചേ ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ ഞാൻ എളിമ തരണമേ. സ്തുതിച്ചേ പോരാ, ഉണർ സ്തുതിച്ചേ. ഒന്ന് കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേരെ. നന്നായിട്ട് കൈയടിച്ച്. ആമേൻ. ഞാൻ വീണ്ടും വചനത്തിൻ്റെ ആരംഭ ഭാഗത്തേക്ക് വരിക. ശ്രദ്ധിക്കണേ. പരിശുദ്ധാത്മാവ് നിറയാൻ ആഗ്രഹിക്കുക, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാൻ ആഗ്രഹിക്കുക, അരൂപിയുടെ പ്രവർത്തനം അതിശക്തമായി നടക്കാൻ ആഗ്രഹിക്കുക. ഈ ധ്യാനത്തിൽ വെച്ച് വേറൊന്നും വേണ്ട. നിന്നെ കംപ്ലീറ്റ് പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കട്ടെ. നീ പോകുന്ന വഴികളിലും നീ ചെയ്യുന്ന പ്രവർത്തികൾ എല്ലാം അരൂപി നിയന്ത്രിക്കട്ടെ. നിന്റെ മേലുള്ള നിന്റെ നിയന്ത്രണം മാറട്ടെ. നിന്റെ മേലുള്ള ലോകത്തിൻ്റെ നിയന്ത്രണം മാറട്ടെ. നിന്റെ മേലുള്ള എല്ലാ വ്യക്തികളുടെ നിയന്ത്രണം മാറട്ടെ. നീ പൂർണ്ണമായും കർത്താവിൻ്റെ നിയന്ത്രണത്തിലാകട്ടെ. Can you follow me? എങ്ങനെ എടുക്കുന്ന തീരുമാനങ്ങളിലും വാക്കുകളിലും പ്രവർത്തികളിലും ഒക്കെ അറിവ് പ്രവർത്തിച്ചു. പ്രവർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വ ആരാധന. ഹല്ലേലൂയ. സ്തുതിച്ചേ. 2 കർമ്മ സ്തുതിച്ചേ. പരിശുദ്ധാത്മാവേ ഇപ്പോൾ തന്നെ കൂട്ടായ്മയിലേക്ക് പ്രവർത്തിക്കണേ. സ്തുതിക്കുന്നു. പരലോണ സ്തുതിച്ചേ. വിശ്വയെ സ്തുതിക്കുന്നു. ആമേൻ. ഇന്നത്തെ കുർബാനയുടെ സമയത്തെല്ലാം ഈ അഭിഷേകം വെച്ചാൽ എങ്ങനെയാണ് വരുന്നത് നിങ്ങൾ അല്പം ചോദിക്കാം. അഭിഷേകം വരാവുന്ന മേഖല ഇങ്ങനെയാണ്. ഒരു വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു തീ പിടിക്കും. ചിലപ്പോൾ ഇങ്ങനെ ഇരുന്നാൽ മതി, നമ്മളിലേക്കൊരു അദൃശ്യമായ ഒരു റെയിനിങ്, മഴ സംഭവിക്കും. കൃപ ഒഴുകിക്കൊണ്ടിരിക്കും. നമ്മളറിയാതെ നമ്മൾ എനർജൈസ്ഡ് ആയിക്കൊണ്ടിരിക്കും. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നടക്കുക. ഈ സമയത്ത് അത്ഭുതങ്ങൾ നടക്കും, ഹീലിംഗ് ഒക്കെ നടക്കും. വിശ്വസിച്ചോണം. കർത്താവിൻ്റെ ആത്മാവ് ഈ കൂട്ടായ്മ ഏറ്റെടുത്തതായിട്ട് എന്നോട് പറയുന്നുണ്ട്. അരൂപി ഈ കൂട്ടായ്മ ഏറ്റെടുത്തിട്ടുണ്ട്. എല്ലാവരും ഏറ്റെടുത്തിട്ടുണ്ട്. അരൂപി അത്ഭുതം പ്രവർത്തിക്കാൻ പോകുന്നു. അഭിഷേകം തരാം. വിശ്വസിക്കുന്നു. ഇവിടുന്ന് പോകുമ്പോൾ നമുക്ക് മുഴുവൻ പേർക്കും പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു കൊടുത്ത് പോകണം. വേറൊന്നും വേണ്ട. അരൂപി നയിക്കട്ടെ. ഞാനെപ്പോഴും എൻ്റെ ഈശോയോട് പ്രാർത്ഥിക്കുന്നു, ഈശോയെ ലോകത്തുള്ള ആരും എന്നെ നിയന്ത്രിക്കരുതേ, നീ മാത്രം എന്നെ നിയന്ത്രിക്കണേ. വേറെ ആരും എന്നെ ഒരിക്കലും നിയന്ത്രിച്ചേക്കരുത്. ബട്ട് യു ക്യാൻ കൺട്രോൾ മീ ആൻഡ് ഗൈഡ് മീ ആൻഡ് ലീഡ് മീ. അതെന്നും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ
അരൂപി നമ്മളെ നയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. ആമേൻ. ഈ ഇത് വീണ്ടും ഒരു സന്തോഷ വാർത്ത പറയാനുള്ളത്, പ്രിയപ്പെട്ട മക്കളെ, ഈ നമ്മുടെ ഈ കൃപയുടെ ശുശ്രൂഷ ഇവിടെ നടത്തപ്പെടുന്നത് വലിയൊരു ഭാഗ്യം കേട്ടോ. വലിയൊരു അനുഗ്രഹം, കർത്താവിൻ്റെ വലിയ പദ്ധതിയാണ്, വലിയ അനുഗ്രഹം, വലിയ അതുപോലെ ഇപ്പം തന്നെ ഞാൻ പറയുന്നു, ഇതിൽ പങ്കെടുക്കുന്നവരോട് ഞാൻ പറയുന്നത്, എനിക്കറിയാവുന്നവർ ഇതൊരു ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും വരാത്ത ഒരു വലിയ ശുശ്രൂഷ. ഇതിനെക്കുറിച്ച് ബാക്കി ഞാൻ പിന്നീട് പറയാം. ഇത് വളർന്നു വന്ന വഴികളൊക്കെ ഒന്ന് പഠിക്കുമ്പോൾ നിങ്ങളൊരു പക്ഷെ ഇങ്ങനെയാണ് ഇത് വളർന്നു വന്നത്. ഇന്ന് ഞാനിതിനകത്തൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. എൻ്റെ ഒരു ഹാർഡ് വർക്ക് വെച്ചാൽ ഈശോനോട് പറയുന്ന പോലെ ആൾക്കാരെ പോയി ഹെൽപ്പ് ചെയ്ത് ശുശ്രൂഷ, പക്ഷെ മുഴുവൻ ആത്മാവ് നയിച്ചൊരു തലമുണ്ട്. അതെനിക്ക് നന്നായിട്ട് ബൈഹാർട്ടാണ്. അപ്പം അതുകൊണ്ടാണ് ഏത് സഹനം വന്നാലും എൻ്റെ മുഖത്തൊരു വാട്ടം ഉണ്ടാകുകയില്ല. കാരണം നയിക്കുന്നത് ആത്മാവാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അത് അരൂപി ഭയങ്കരമായിട്ട് എനിക്കറിയാവുന്ന സംഭവമാണ്. അപ്പോൾ ആ ഒരു ദൈവാനുഗ്രഹിച്ച് ഈ ശുശ്രൂഷ ഇവിടെ നടത്തപ്പെട്ട് കഴിയുമ്പോൾ ഉണ്ടാകുന്നൊരു ഗുണം, നിങ്ങൾക്കും ഈ കൃപയുടെ പങ്ക് ലഭിച്ചിരിക്കും. ഈ അഭിഷേകത്തിൻ്റെ പങ്ക് കർത്താവ് നിങ്ങൾക്ക് തന്നിരിക്കും. കർത്താവ് നയിച്ചിരിക്കും. അതുപോലെ ഈ ശുശ്രൂഷയിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആൾക്കും അതിൻ്റെ പങ്ക് കർത്താവ് കൊടുത്തിരിക്കും. അത് കിട്ടിക്കഴിയുമ്പോൾ അതെന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഇതൊരു ഒരു ധ്യാനമല്ല കേട്ടോ. ദിസ് ഈസ് നോട്ട് എ റിട്രീറ്റ്. നമുക്കൊരു ധ്യാന കേന്ദ്രത്തെ വെച്ച് നമുക്കങ്ങനെ പേരിട്ടേ പറ്റുള്ളൂ. പക്ഷേ ദാറ്റ് ഈസ് നോട്ട് എ റിട്രീറ്റ് സെൻറ്റർ. ഞാനൊരു റിട്രീറ്റ് ധ്യാനഗുരു ഒന്നുമല്ല കേട്ടോ. ഐ ആം നോട്ട് എ ധ്യാനഗുരു ഒന്നുമില്ല. ഇതൊരു റെവലേഷനാണ്. ദിസ് ഈസ് എ റെവലേഷൻ. ദിസ് ഈസ് ആഫ്റ്റർ എ റെവലേഷൻ. വെളിപാടാണ്. Something beyond our human intellect. Something beyond everything. സ്വന്തമാക്കാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.